കേട്ടോളി മൗലവിന്റെ നാവ് കൊണ്ട് പറയട്ടെ, വെച്ചുകൊടുത്താ മോനെ. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലേ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഞാൻ അഭിപ്രായക്കാരനാണ്. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നിയാണ്, സുന്നിയുടെ നേതാവാണ്. എന്നാ പിന്നെ ഇവരെ നേതാവ് ആരാ? ഞങ്ങളുടെ നേതാവ് എ.പി. അബ്ദുൽ ഖാദർ മെലിഞ്ഞ് കറുത്തിട്ട് ഒരു മനുഷ്യനാണ്. മെലിഞ്ഞ് കറുത്തിട്ട് ഒരു മനുഷ്യൻ പറഞ്ഞു അങ്ങനത്തെ യാതൊരു ജാടയില്ല. തലപ്പാവിന്റെ ഊക്കില്ല, ജുബക്കുപ്പായത്തിന്റെ ഊക്കില്ല, അല്ലേ? കോടിക്കണക്കിന് റുപ്യന്റെ കാറില്ല, തക്ബീറുകളില്ല. നാടൻ മനുഷ്യൻ. അങ്ങനെ ഒരു നാടൻ മനുഷ്യന്റെ അനുയായികളാണ് ഞങ്ങളൊക്കെ, അല്ലേ? നിങ്ങളെ ഗതികേട് ബാക്കിയൂടി പറയട്ടെ, എന്ത് പറയാം? അതുകൊണ്ട് അവർ സ്വലാത്തിൽ നിന്ന് സയ്യിദിനെ കട്ട് ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദര, ഒന്ന് ചിന്തിച്ചുകൂടെ? കട്ട് ചെയ്യണമെങ്കിൽ നിലവില്ലാ സാധനം അവിടെ ഉണ്ടെങ്കിലല്ലേ കട്ട് ചെയ്യൽ? ഇല്ലാത്ത ഒന്ന് നിങ്ങൾ ഫിറ്റ് ചെയ്തതല്ലേ? അതല്ലേ വസ്തുത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുനിയാവിൽ ഏതെങ്കിലും ഒരു കിതാബിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പണ്ഡിതന്മാര് പരിശോധിക്കട്ടെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ചൊല്ലാൻ പഠിപ്പിച്ച ഒരു സ്വലാത്തിന്റെ കൂടെ സയ്യിദിന എന്നൊരു പ്രയോഗം നമുക്ക് കണ്ടെത്താനാവില്ല. മറ്റേ മൗലവിനെ കൊണ്ടും പറയിക്കും. സ്വലാത്തിനെ സംബന്ധിച്ച് സ്വലാത്തിന് ഇബാദത്താണ്. അള്ളാഹുവിന്റെ കൂല് കാണിച്ചു തന്നതല്ലാത്ത ഒന്ന് നമ്മളെ വകയായിട്ട് പുതിയ സ്വലാത്ത് ഉണ്ടാക്കാൻ പാടില്ല. ഞാനത് പിടിച്ചു, നാദാപുരത്തുനിന്ന് നിങ്ങളെ ഇട്ടടിച്ചു. അപ്പോഴോ എന്നിട്ട് ഞാനതാ നിങ്ങളെ KM മൗലവി സയ്യിദിന എന്ന് പറഞ്ഞത് കാണിച്ചു. വേറെയും ഒരുപാട് കാണിച്ചു. KM മൗലവി എഴുതിയ, നിങ്ങളെ കേരള ജമീയത്തുൽ പണ്ഡിത സംഘടന പ്രസിദ്ധീകരിച്ച അൽ വിലായത്ത് വൽ കറാമ അതാ ഞാൻ സ്ക്രീനിൽ വെക്കുന്നു. മൗലവിമാരെ നോക്കൂ, വായിക്കൂ മൗലവിമാരെ, എന്താ അതിലുള്ളത്? നിങ്ങളെ KM മൗലവി അതാ സയ്യിദിനെ കൂട്ടിയിട്ട് സലാത്ത് എഴുതിയിട്ട് നിങ്ങളെ പണ്ഡിത സംഘടന പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ? പണ്ഡിത സംഘടന പിരിച്ചിടൂ മൗലവി. കേരള ജമീയത്ത് പിരിച്ചുവിട്. നിങ്ങൾ പണ്ഡിത സംഘടന പ്രസിദ്ധീകരിച്ചാണ് സയ്യിദിന മുഹമ്മദ്, പിരിച്ചുവിട്. എന്നിട്ട് നാദാവത്തെ ഇനിതാ നിങ്ങളെ പത്രയിലെ അൽ മുർഷിദ്, ആ അൽ മുർഷിദിലതാ എന്താ ഉള്ളത് കേട്ടോ? നിങ്ങൾ ഏഴോളം വാചകേ പറ്റൂല്ലേ? ഞാൻ കേട്ടോ, വനുസല്ലി വനുസല്ലിമു അലാ മൻ അർസലഹു റഹ്മതൻ ലിൽ ആലമീൻ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ യത്തബിഹു ബിർറുസ്ദി വൽ ഇർശാദി ഇലാ യൗമിദ്ദീൻ. നിങ്ങൾ അൽ മുർഷിദ് 938 മെയ് കേട്ടോ? നിശ്ചയിക്കാൻ കഴിയുമോ? സയ്യിദിനെ വരില്ലേ? നാരിയ സലാത്ത് നരകത്തിലല്ലേ? 7 വാചകമേ സലാത്തിന് പറ്റൂ നിങ്ങൾ പറഞ്ഞു. അങ്ങനെ 7ഓളം രൂപത്തിൽ വന്നിട്ടുണ്ട്. ആ രൂപങ്ങളിൽ ഏതും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ അക്കൂട്ടത്തിലൊന്നും ഒരു സയ്യിദിനെ കാണാൻ നമുക്ക് കഴിയുന്നില്ല. ഞാൻ ഒരുപാട് വാചകം നിങ്ങൾ തന്നെ എഴുതിയത് കാണിച്ചു. ഇനിയും കേട്ടോ നാരിയ സലാത്ത് അതൊക്കെ ഉള്ളത് തന്നെയാണ്. എന്നാ ഒരു ഹദീസിന്റെ കിതാബിലൊന്ന് കാണിച്ചോണ്ടാ? ഏത് ഹദീസിന്റെ കിതാബിലാ ഈ നാരിയത്ത് സലാത്ത് ഉള്ളത്? സുഹൃത്തുക്കളെ, നാരിയത്ത് സലാത്ത് എന്ന സ്വലാത്തിനെ സംബന്ധിച്ച് സ്വലാത്തിന് ഇബാദത്താണ്. അല്ലാഹുവിന്റെ റസൂല് കാണിച്ചു തന്നതല്ലാത്ത ഒന്ന് നമ്മളെ വകയായിട്ട് പുതിയ സ്വലാത്ത് ഉണ്ടാക്കാൻ പാടില്ല. വിഷയം മനസ്സിലായി നിങ്ങൾക്ക്? റസൂലുള്ള കാണിച്ചല്ലാത്ത സ്വലാത്ത് ഉണ്ടാക്കാൻ പാടില്ല. എന്നാൽ നിങ്ങൾ അൽ വിലായത്ത് വൽ കറാമയിലെ സ്വലാത്ത് റസൂലുള്ള കാണിച്ചിട്ടുണ്ടോ? അൽ മുർഷിദിലെ സ്വലാത്ത് കാണിച്ചിട്ടുണ്ടോ? അതിലൊക്കെ സയ്യിദിനെയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പറ്റും, ഞങ്ങൾക്ക് പറ്റൂല. അതെന്താ മൗലവി? അതേതാ മതം? നിങ്ങൾക്ക് പറ്റും, ഞങ്ങൾക്ക് പറ്റൂല. അതേതാ മതം? നിങ്ങൾ മുസ്ലിമീങ്ങൾ നാരിയത്ത് സ്വലാത്ത് പറ്റും സ്വലാത്ത് ചൊല്ലുന്ന മുടക്കാൻ വേണ്ടി പറഞ്ഞ വാചകാണ്. അതാ വിഷയോ? ഞങ്ങൾക്ക് ചെയ്യാനിട്ടല്ല. എനിക്ക് കേട്ടോ, ഇവിടെ ഒന്നും നിർത്തൂല. ഞാൻ സർവ്വമൗലവിമാരെ കൊണ്ടും സ്വലാത്ത് ചെല്ലിക്കുന്നു. ഏഴല്ലാത്ത സ്വലാത്ത്, റസൂലുള്ള പഠിപ്പിക്കാത്ത സ്വലാത്ത്, മുത്തമാണിക്ക കല്ല് 3 സ്വലാത്ത് ചെല്ലിപ്പോ. ആ 3 ഹദീസിന്റെ കിതാബിൽ കാണിച്ചു തരാൻ ഞാൻ വെല്ലുവിളിക്കുന്നു സർവ്വമൗലവിമാരെ. ആ മുത്തമാണിക്കൊന്നും ചെല്ലട്ടെ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്. അത് ഏത് ഹദീസിന്റെ കിതാബിലാ ഉള്ളത് മൗലവി? ഒന്ന്. രണ്ടാമത്തെ കേട്ടോനെ, അത് മിമ്പർ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം وعلى آله وأصحابه المجاهدين الفائزين.
അത് ഏത് ഹദീസിന്റെ കിതാബിലാണുള്ളത്? മൂന്നാമത്തെ വരട്ടെ. والصلاة والسلام على أشرف الأنبياء والمرسلين. അപ്പോ 3 സലാത്ത് ഞാൻ നമ്മുടെ മുത്തുമാണിക്ക് കല്ലിനെ കൊണ്ട് ചെല്ലിച്ചിട്ടുണ്ട്. ആ 3ന്റെയും റിപ്പോർട്ട് അടുത്ത വരവിൽ പറയണം സലഫി. നിങ്ങൾക്ക് ഹദീസ് കിതാബിലില്ലാത്ത സലാത്തിനെ പറ്റുമോ? 1. ഇനി നമ്മളെ സക്കരിയാനെ കൊണ്ട് ചെല്ലിച്ചിട്ട് ഒരു 2 വരട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുസ്തഫ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. ഇനി ഒന്നുകൂടി ചെല്ലിക്ക്. വസല്ലല്ലാഹു അലാ റസൂലിന മുസ്തഫ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആ സലാത്ത് ഏത് ഹദീസിന്റെ കിതാബിലാ മൗലവി? കൊണ്ടുവാ ഹദീസിന്റെ കിതാബ്. ഇനി നമ്മൾ ആരെ കൊണ്ടാ ജനിക്കുന്നത്? നമ്മളെ സലാത്ത് നരകത്തിലാതെ ഏപ്പിയത്തിൽ മൗലവിന്റെ ആ മൗലവിനെ കൊണ്ട് ജനിച്ചവനെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅലിഹി വസഹബിഹി അജ്മഈൻ. അത് ഏത് ഹദീസിന്റെ കിതാബിലുള്ളത് മൗലവി? ഇനി നമ്മളെ ഇവരെ പ്രസിഡന്റ് ഉണ്ട്, പ്രസിഡന്റിനെ കൊണ്ട് ജനിക്കേണ്ട ഒരു സലാത്ത്, ഹദീസിലില്ലാത്ത സലാത്ത് ചൊല്ലട്ട പ്രസിഡന്റ് വെക്കുവാനെ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. പ്രസിഡന്റിന്റെ സലാത്ത്. ഈ പ്രസിഡന്റ് പറഞ്ഞതുണ്ട്, നിങ്ങൾ ശരിയും തെറ്റൊന്നും നോക്കണ്ട, നിങ്ങൾ പറച്ചോന്റെ തെറ്റൊന്നും പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മളായിക്കോളൂ. ഭയങ്കര സ്വാധീനായി ആക്കത്തു പറച്ചോന്റെ അതൊന്നും വെച്ചു കൊടുത്തോ? ഈ കാര്യം നാം പ്രത്യേകമായി ഓർക്കണം. നമ്മളിപ്പോ ചിന്തിക്കലാണ്. നേതൃത്വത്തെ അംഗീകരിക്കാൻ നാം തയ്യാറാവുക. ആ നേതൃത്വം എടുത്ത തീരുമാനം അത് തെറ്റാണെങ്കിൽ ആ തെറ്റ് അവരിൽ ഉച്ചവത്താൻ നാം തയ്യാറാവുക. പരലോകത്തെ അള്ളാഹുവിന്റെ മുന്നിൽ റബ്ബേ ഇവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതിനെ പിന്തുടർന്നത്, ഞങ്ങൾക്ക് അതുകൂടായിരുന്നു, ഈ പണ്ഡിതന്മാരാണ് ഞങ്ങൾ വഴിവേൽപ്പിച്ചത് എന്ന് നിങ്ങൾ പറയുക. അത് ഏറ്റെടുക്കാൻ കേരള ജനതന്മാർ തയ്യാറാണ് എന്ന കാര്യം ഞാനിവിടെ പറയട്ടെ. കേട്ടില്ലേ? അപ്പൊ മൂപ്പര് ഏറ്റെടുക്കും. പിന്നെ മറ്റേ പോലെ പറഞ്ഞത് ഏറ്റെടുക്കാൻ കഴിയൂല. അത് കൂടെ വെച്ചിരുന്നാലേ പൂർത്തിയാവും. ഇന്നങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തോണ്ടു ഞാൻ ഏറ്റോളും കേൾക്കും. അവനാന്റെ കാര്യം തന്നെ അവിടെ കഷ്ടായിരിക്കും. മതി, ഉറപ്പല്ലേ കഷ്ടായിരിക്കും. ഇങ്ങനെ തോന്നിയാസം പറഞ്ഞാൽ പിന്നെ കഷ്ടായിരിക്കും എന്ന് പറയണ്ടോ? ഇനി സഹോദരന്മാരെ ഒരു സ്ഥലത്ത് കൂടി ഉണ്ട്. ഉമ്മർമൗലവിന്റെ സ്ഥലത്തിരിക്കണം. ഉമ്മർമൗലവിന്റെ സ്ഥലത്തൊന്നും എടുത്ത് സ്ഥലത്തൊന്നും ഉമ്മർമൗലവിന്റെ സ്ഥലത്തിരിച്ചാളാം. അത് ഉമ്മർമൗലവിന്റെ സ്ഥലത്താണ്. ഈ പറഞ്ഞ 8 സലാത്ത് ഇവിടെ കേൾപ്പിച്ചിട്ടുണ്ട്, മുജാഹിദിന്റെ മൗലവിമാരെ സലാത്ത്. ഈ 8 നിങ്ങളുടെ ഹദീസിന്റെ കിതാബ് ഞങ്ങൾ മുമ്പ് തെളിയിക്കണം. എന്നിട്ട് വേണം നിങ്ങൾ നാരിയത്ത് സലാത്തിന് നമുക്ക് നാവനക്കാല് കേട്ടോ. നാവ് പൊക്കുന്നതിന് മുമ്പ് ഈ 8 സലാത്തിന് ഹദീസ് കൊണ്ട് തരണം. നിങ്ങളെ മൗലവിമാർ തരുന്ന സലാത്ത്. നാരി സ്ഥലത്ത് കള്ള സലാത്ത് അല്ലേ? തോറ്റു മൗലവി, തോറ്റു മൗലവി. എന്ത് ചെയ്തു? സയ്യിദിനാ